നമസ്കാരം, ഞാൻ വിനീത് മംഗലത്ത്. 1201 ധനുമാസത്തില് മുപ്പട്ട് ശനി, അതായത് എല്ലാ മലയാള മാസത്തിലെയും ആദ്യം വരുന്ന ശനിയാഴ്ചയാണ് മുപ്പട്ട് ശനി. മുപ്പട്ട് ശനി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളാണ്. ശനീശ്വര പ്രീതി പെട്ടെന്ന് നേടിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാനും സഹായകരമാവുന്നതാണ്. അപ്പം എല്ലാ മലയാള മാസത്തിലെ ആദ്യത്തെ ആഴ്ച വളരെ പ്രാധാന്യമുള്ളതാണ്. മുപ്പട്ട് തിങ്കൾ, മുപ്പട്ട് ബുധൻ, മുപ്പട്ട് വെള്ളി, അതുപോലെ മുപ്പട്ട് ശനി, ഇതെല്ലാം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പം ഈ 2025 ഡിസംബർ മാസം 20-ാം തീയതി ശനിയാഴ്ചയാണ് മുപ്പട്ട് ശനി വരുന്നത്. അതായത് ധനുമാസം 5-ാം തീയതി. മുപ്പട്ട് ശനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ ഒഴിവാക്കി പ്രത്യേകിച്ച് ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും അതല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. നീരാഞ്ജനം വഴിപാടായിട്ട് നടത്താം. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാർച്ചന വഴിപാട് നടത്തുന്നതും ശനീശ്വര പ്രീതി നേടിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. ശനി മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അന്നത്തെ ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ കറുത്ത സാരി, കറുത്ത ചുരിദാർ, കറുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശനീശ്വര കൃപ നേടിയെടുക്കാനും അതുപോലെ തന്നെ പിതൃ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കാനും പിതൃക്കളെ അനുഗ്രഹ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും സഹായകരമാകുന്നതാണ്. ഇതാണ് മുപ്പട്ട് ശനി വ്രതത്തിന്റെ പ്രാധാന്യം. മുപ്പട്ട് ശനി വ്രതം അതിശ്രേഷ്ഠമാണ്. ശനി സംബന്ധമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാനും ശനീശ്വര പ്രീതി പെട്ടെന്ന് നേടിയെടുക്കാനും സഹായകരമാകുന്നതാണ്. ഇങ്ങനെ 12 മുപ്പട്ട് ശനി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ, അതായത് ഓരോ മലയാള മാസത്തിലും ഓരോ മുപ്പട്ട് ശനിയാണുള്ളത്, അങ്ങനെ 12 മുപ്പട്ട് ശനി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ശനിദേവൻ അനുഗ്രഹ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതാണ്. എന്റെ ആസ്ട്രോളജി ചാനൽ MSV ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.